ഹലോ എവരി വൺ. നമുക്കിനി നോക്കാനുള്ളത് യൂണിറ്റ് 11 ആണ്, ഗ്രീൻ ലോജിസ്റ്റിക്സ്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ് എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ചെയ്യുക ഓർഗനൈസേഷൻസ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് എൻവയോൺമെന്റിനെ അഡ്വേഴ്സ്ലി ഇഫക്റ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ഇമ്പാക്ട് എൻവയോൺമെന്റ്. നമുക്കറിയാം തീർച്ചയായിട്ടും ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിൽ വരുന്ന ഓരോ ആക്ടിവിറ്റീസും എൻവയോൺമെന്റിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. Green logistics is concerned with the systematic measurement, analysis and minimizing of the ecological impact of logistics. അപ്പോൾ ഗ്രീൻ ലോജിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിസ്റ്റമാറ്റിക് മെഷർമെന്റ് ആൻഡ് അനാലിസിസ്. അത് നമ്മൾ എന്താണ്, എങ്ങനെ നമുക്ക് ഈ ഇക്കോളജിക്കൽ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളെ എങ്ങനെ മിനിമൈസ് ചെയ്യാം, അതിനുള്ള അനാലിസിസ്, ആ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെയാണ് ഗ്രീൻ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. The implementation of green logistics is necessary for a sustainable global future. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഗ്രീൻ ലോജിസ്റ്റിക്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമാണ് നമ്മളുടെ എക്കോണമിയുടെ നിലനിൽപ്പിനും അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗ്രോത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നല്ലൊരു സിസ്റ്റം ഫോളോ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് ഗ്രീൻ ലോജിസ്റ്റിക്സ് കോൺസെപ്റ്റ്. Global warming is responsible for changes in rainfall patterns, extreme weather conditions and so on. നമുക്കറിയാം ഗ്ലോബൽ വാർമിംഗ് വരുന്ന സമയത്ത് നമ്മളെ എൻവയോൺമെന്റ് ആകെ ഹീറ്റ് ആയിരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ കൂടുതൽ ചേഞ്ചസ് ക്ലൈമറ്റിൽ വരുമ്പോൾ നമുക്കത് കൂടുതൽ റെയിൻഫോൾ പാറ്റേൺസിൽ ചേഞ്ചസ് വരാൻ, എക്സ്ട്രീം ആയിട്ടുള്ള വെതർ കണ്ടീഷൻസ് വരാം. അപ്പം അതൊക്കെ എന്താണ്, ഹ്യൂമനെ അഡ്വേഴ്സ് ആയിട്ട് ഇഫക്റ്റ് ചെയ്യും. Global warming and its effects collectively are known as climate change. Climate change is the global phenomenon of climate transformation characterized by the changes in the usual climate of planet. അപ്പോൾ നമുക്കറിയാം ഗ്ലോബൽ വാർമിങ്ങും അതിൻ്റെ എഫക്ട്സിനെയും നമ്മൾ ചേർത്ത് പറയുന്നതാണ് ക്ലൈമറ്റ് ചേഞ്ച്. ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് വരുന്ന സമയത്ത് എന്താണ്, നമ്മളുടെ നോർമലുള്ള പ്ലാനറ്റിലൊക്കെ എന്ത് വരികയാണ്, കുറേ ചേഞ്ചസുകൾ വരികയാണ്. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ ചേഞ്ചസ് വരും. അതുവഴി എന്താണ്, എൻവയോൺമെന്റിന് ബാഡ് ഇഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്. ക്ലൈമറ്റ് ചേഞ്ചസ് ഇമ്പാക്ട്സ് ആർ അസോസിയേറ്റഡ് വിത്ത് റൈസിങ് ആവറേജ് ഗ്ലോബൽ ടെമ്പറേച്ചേഴ്സ് ആൻഡ് GHGs പ്രൊഡ്യൂസ്ഡ് ഫ്രം. നമുക്കറിയാം ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ചസ് വരുന്ന സമയത്ത് നമ്മളുടെ ആവറേജ് ടെമ്പറേച്ചറിൽ നിന്നുള്ള റേസിങ് സംഭവിക്കും. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ GHG പറഞ്ഞ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഈ ഗ്രീൻ ഹൗസ് എന്ന് വരുന്ന ഗ്യാസസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, കമ്പഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ഇൻ പവർ ജനറേറ്റേഴ്സ്. കമ്പഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പവർ ജനറേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്ന എന്താണ്, ഇതൊരു കമ്പഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ പ്രോസസ്സാണ്. ഇപ്പോൾ കോള്, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ്, അങ്ങനെയുള്ള ഫ്യൂവൽസ് ഒക്കെ എന്ത് ചെയ്യാണ്, ബേൺ ചെയ്യുന്ന ഒരു കെമിക്കൽ പ്രോസസ്സിനെയാണ് കമ്പഷൻ എന്ന് പറയാം. അപ്പൊ അതുവഴി എന്ത് വരുന്നു, ഗ്യാസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ട് എമിഷൻസ്, നമുക്കറിയാം വെഹിക്കിൾസ് നിന്ന് വരുന്ന പുക എന്നതിന് കാരണം സ്മോക്ക് ഇതിനുള്ള ഒരു പ്രശ്നമാണ്. പിന്നെ ബിൽഡിംഗ് ഡിസൈൻ, കൺസ്ട്രക്ഷൻ ആൻഡ് പവർ കൺസംഷൻ, പിന്നെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് മുഖാന്തരം വരുന്നത്. പിന്നെ അഗ്രികൾച്ചറൽ റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ലോസ് ഓഫ് ഫോറസ്റ്റ്, അതുവഴിയും എന്ത് വരാം, GHGs പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ ലോജിസ്റ്റിക്സ് ഇൻകോർപ്പറേറ്റ്സ് ആൾ ദീസ് സ്റ്റെപ്സ് ടേക്കൺ ടു മെഷർ ആൻഡ് മിനിമൈസ് ദ ഇക്കോളജിക്കൽ ഇമ്പാക്ട് ഓഫ് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ ഗ്രീൻ ലോജിസ്റ്റിക്സിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ആക്ടിവിറ്റീസ് ഒക്കെ മിനിമൈസ് ചെയ്യുക. ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് എന്ന് വരുന്ന ഇക്കോളജിക്കൽ ഇമ്പാക്റ്റിനെ മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ ലോജിസ്റ്റിക്സിലെ ഓരോ സ്റ്റെപ്സും നമ്മൾ ഫോളോ ചെയ്യുന്നത്. The major sustainability challenges faced by companies are, ഇനി നമുക്ക് ഒരു ഓർഗനൈസേഷനെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറേ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് എനർജി എഫിഷ്യൻസി. യൂസിങ് ദ മോസ്റ്റ് എൻവയോൺമെന്റലി ആൻഡ് ഇക്കണോമിക്കലി സസ്റ്റൈനബിൾ പ്രോപ്പൽസീവ് എനർജി ബൈ പ്രൊഡക്ഷൻ സെക്ടേഴ്സ്. ഇപ്പോൾ നമ്മുടെ ഓരോ ഓർഗനൈസേഷനിലും കുറേ തരത്തിലുള്ള എനർജി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും പ്രൊഡക്ഷൻ സെക്ടേഴ്സ്, അവരുടെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ട്. ഇപ്പോൾ പ്രോപ്പൽസീവ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്ഷൻ മുന്നോട്ട് നയിക്കുന്ന, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എനർജീസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു എനർജി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ എനർജി തീർച്ചയായിട്ടും ഓർഗനൈസേഷന്റെ സസ്റ്റൈനബിലിറ്റിനെ എന്ത് ചെയ്യുന്നു, ചോദ്യം ചെയ്യുന്നുണ്ട്.